Good morning. Today we are going to start our fourth module, Foundation Engineering. Then what is meant by a foundation? എന്താണ് ഒരു foundation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? You know, a structure which is essentially consists of two parts, namely superstructure which is above the plinth level and substructure which is below the plinth level. Foundation or substructure, which is that part of structure which is usually below the surface of ground to transmit the load from superstructure to underlying rock or soil. ഒരു സ്ട്രക്ചറിന് പ്രധാനമായും രണ്ട് പാർട്ടുകളാണുള്ളത്, ഒരു സൂപ്പർ സ്ട്രക്ചർ പോർഷനും അതുപോലെ ഒരു സബ്സ്ട്രക്ചർ പോർഷനും. സൂപ്പർ സ്ട്രക്ചർ പോർഷൻ കാണപ്പെടുന്നത് പ്ലിന്ത് ലെവലിന് മുകളിലായിട്ടാണ്, അതുപോലെ സബ്സ്ട്രക്ചർ പോർഷൻ കാണപ്പെടുന്നത് പ്ലിന്ത് ലെവലിന് താഴെയായിട്ടാണ്. സബ്സ്ട്രക്ചർ അഥവാ ഫൗണ്ടേഷൻ എന്ന് പറയും. ഗ്രൗണ്ട് സർഫസിന് താഴെയായി സൂപ്പർ സ്ട്രക്ചറിൽ നിന്നുള്ള ലോഡുകളെ സോയിലിലോട്ട് അല്ലെങ്കിൽ അണ്ടർലേയിങ് ആയിട്ടുള്ള റോക്കിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സബ്സ്ട്രക്ചർ അഥവാ ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. About 30% of total construction cost is spent on foundation. ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റിന്റെ 30% സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഫൗണ്ടേഷനിലാണ്. Then what are footings? Is it similar to foundation? അപ്പോൾ footings എന്ന് പറഞ്ഞാൽ എന്താണ്? Footingsഉം ഫൗണ്ടേഷനും സിമിലർ ആണ്. Footings are those part of foundation which resting directly on the soil, support specific portion of building and distribute building loads directly into the soil. സോയിലിൽ റെസ്റ്റ് ചെയ്യുന്ന ഫൗണ്ടേഷന്റെ പാർട്ടിനെ പറയുന്ന പേരാണ് ഫൂട്ടിംഗ്. ഫൂട്ടിംഗ് ബിൽഡിങ്ങിന് ഒരു സപ്പോർട്ട് നൽകുകയും അതുപോലെ ലോഡ്സിനെ സോയിലിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് we can go through the different objectives of foundation. You know, foundation is the most important part of a building as it provides a uniform base for the superstructure and transfer the load of same to the soil uniformly. ബിൽഡിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഫൗണ്ടേഷൻ. കാരണം ഇത് സൂപ്പർ സ്ട്രക്ചറിന് ഒരു യൂണിഫോം ആയിട്ടുള്ള ബേസ് പ്രൊവൈഡ് ചെയ്യുകയും സൂപ്പർ സ്ട്രക്ചറിന്റെ ലോഡിനെ സോയിലിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. It reduces the load intensity. Loads are evenly distributed. It provides a level surface. It provides lateral stability against sliding and overturning. Safety against undermining. Scouring occurs due to burrowing of animals and flood water. Protection against soil movements. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബേസ് ആണ് അല്ലേ, അതുകൊണ്ട് തന്നെ അവിടുത്തെ ലോഡ് ഇന്റൻസിറ്റി നമുക്ക് കുറക്കാൻ സാധിക്കും. ഇപ്പോൾ വാൾസിന്റെ അടിയിലൊക്കെ നമ്മളൊരു ബേസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ലോഡ് ഇന്റൻസിറ്റി നമുക്ക് കുറക്കാൻ കഴിയില്ലേ, അതായത് ഒരു ലാർജ് ഏരിയയാണ് ഫൗണ്ടേഷൻ വരുന്നത്. അതുപോലെ ലോഡ് യൂണിഫോംലി ഈവൻലി ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് മുകളിലോട്ട് സൂപ്പർ സ്ട്രക്ചറിനെ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ലെവൽ സർഫസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. സ്ലൈഡിങ്, ഓവർ ടേണിങ്, ഇതിനെതിരെയൊക്കെ ഒരു ലാറ്ററൽ സ്റ്റെബിലിറ്റി കിട്ടുന്നു. ശരിയായ രീതിയിൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അനിമൽസിന്റെ ബറോവിംഗ് കുറക്കാൻ സാധിക്കും, അതുവഴി സ്കൗറിംഗ് കുറക്കാൻ സാധിക്കും. എലി, പെരിച്ചാഴി പോലുള്ള ജീവികളൊക്കെ മാളങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഫൗണ്ടേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സാധ്യത കുറവാണ്. ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് സോയിലിന്റെ മൂവ്മെന്റിനെയും കുറക്കാൻ കഴിയുന്നുണ്ട്. According to Terzaghi, foundations are generally classified as shallow foundations and deep foundations. Shallow foundation, in which its depth is less than or equal to its width. Shallow foundations, അവയുടെ ഡെപ്ത് എന്ന് പറയുന്നത് അവയുടെ വിഡ്ത്തിനെ ഈക്വലോ അല്ലെങ്കിൽ വിഡ്ത്തിനേക്കാൾ കുറവോ ആയിരിക്കും. അത്തരത്തിലുള്ള ഫൗണ്ടേഷൻസിനെ പറയുന്ന പേരാണ് ഷാലോ ഫൗണ്ടേഷൻസ്. These are used where the loads imposed by a structure are relatively low compared to the bearing capacity of soil. സോയിലിന്റെ ബിയറിംഗ് കപ്പാസിറ്റിക്ക് താങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള ചെറിയ ലോഡ്സ് വരുമ്പോഴാണ് നമ്മൾ ഷാലോ ഫൗണ്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഷാലോ ഫൗണ്ടേഷൻസ് ആർ മെയിൻലി ഓഫ് 4 types. Those are listed here: spread footing, strap footing,
combined footing and mat footing. Spread footing is otherwise known as isolated footing or pad footing. Strap footing is otherwise known as cantilever footing. Combined footing is generally of two types. Those are rectangular combined footing and trapezoidal combined footing. Mat footing is otherwise known as raft footing. It is an image of shallow foundations in which you can see spread footing, strap footing, combined footing and mat footing. Spread footing is of mainly four types. Those are also marked here. Those are single footing, sloped footing, stepped footing and wall footing. Next, what are deep foundations? In which its depth is equal to or greater than its width. വിഡ്ത്തിന് ഈക്വലോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ആയിരിക്കും ഡെപ്ത്. അത്തരത്തിലുള്ള ഫൗണ്ടേഷൻസിനെ പറയുന്ന പേരാണ് ഡീപ്പ് ഫൗണ്ടേഷൻ. ഡീപ്പ് ഫൗണ്ടേഷൻസ് ആർ പ്രൊവൈഡഡ് where bearing capacity of surface soil is insufficient to withstand the superimposed loads. സർഫസ് സോയിലിന്റെ ബിയറിംഗ് കപ്പാസിറ്റിക്ക് മുകളിൽ വരുന്ന സൂപ്പർ ഇമ്പോസ്ഡ് ലോഡിനെ താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ അത്തരം കേസസിലാണ് നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡീപ്പ് ഫൗണ്ടേഷൻസ് ഇൻക്ലൂഡ് മെയിൻലി ഓഫ് ടു ടൈപ്സ്. ദോസ് ആർ പൈൽ ഫൗണ്ടേഷൻസ് ആൻഡ് വെൽ ഫൗണ്ടേഷൻസ്. വെൽ ഫൗണ്ടേഷൻസ് otherwise known as caissons. We can study pile foundations and well foundation in our next videos. So we can go through the shallow foundations in detail. So spread footing. It is a type of shallow foundation used to transmit the load of an isolated column or a wall to the subsoil. It is the most common type of foundation. Base of column or wall is enlarged or spread to provide an individual support for the load, suitable for ordinary buildings up to about 5-story buildings on alluvial type soil. ഏറ്റവും കോമൺ ആയിട്ടുള്ള ടൈപ്പ് ഷാളോ ഫൗണ്ടേഷൻ ആണ് സ്പ്രെഡ് ഫൂട്ടിംഗ്. സ്പ്രെഡ് ഫൂട്ടിങ്ങിലൂടെ ഒരു വാളിന്റെ ലോഡ് അല്ലെങ്കിൽ ഒരു ഐസൊലേറ്റഡ് കോളത്തിന്റെ ലോഡാണ് സബ്സോയിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു കോളം അല്ലെങ്കിൽ ഒരു വാള് അതിന്റെ ബേസ് പോർഷനെ എൻലാർജ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓർഡിനറി ബിൽഡിംഗ്സിനെല്ലാം നമ്മൾ സാധാരണ സ്പ്രെഡ് ഫൂട്ടിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം 5 സ്റ്റോറി 5 നില വരെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അലൂവിയൽ ടൈപ്പ് സോയിലിനാണ് സ്പ്രെഡ് ഫൂട്ടിംഗ് പ്രിഫർ ചെയ്യുന്നത്. സ്പ്രെഡ് ഫൂട്ടിംഗ് ഈസ് മെയിൻലി ഓഫ് 4 ടൈപ്സ്: സിംഗിൾ ഫൂട്ടിംഗ്, സ്റ്റെപ്ഡ് ഫൂട്ടിംഗ്, sloped footing and finally wall footing. Wall footing is otherwise known as strip footing or continuous footing. These are the elevation and plan of each type of spread footing. First one is single footing, second one is stepped footing, third one is sloped footing and fourth one is wall footing. It is an image of single footing. It is an image of stepped footing. Stepped footing is mainly provided on hilly areas. It is an image of sloped footing. It's an image of wall footing. Among spread footing types, wall footing is an important one. Wall footing is used to transfer loads of structural and non-structural load-bearing walls to the subsoil. It runs along the direction of wall. Width of wall foundation is usually 2 to 3 times of the width of wall. Structural അതുപോലെ നോൺ സ്ട്രക്ചറൽ ലോഡ് ബിയറിംഗ് വാൾസിനെ ലോഡ്സിനെ സബ്സോയിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് വാൾ ഫൂട്ടിംഗ് ചെയ്യുന്നത്. വാൾ ഡയറക്ഷന് അലോങ് ആയിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. വാൾ ഫൗണ്ടേഷൻ അഥവാ വാൾ ഫൂട്ടിങ്ങിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് വാൾ വിഡ്ത്തിന്റെ 2 to 3 ടൈംസ് ആയിരിക്കും. It is an image of strap footing. It is the plan and elevation of a strap footing. You can here view the strap beam provided. Independent spread footing of 2 column is connected by a strap beam. 2 കോളത്തിന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള 2 സ്പ്രെഡ് ഫൂട്ടിംഗ്, അവ തമ്മിൽ പരസ്പരം ഒരു ബന്ധവും ഉണ്ടായിരിക്കില്ല.
അത്തരത്തിലുള്ള രണ്ട് സ്പ്രെഡ് ഫൂട്ടിങ്ങുകളെ തമ്മിൽ ഒരു സ്ട്രാപ്പ് ബീം വഴി കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. When the edge of the footing cannot be extended beyond the property line, then the exterior footing is connected by a strap beam with interior footing. ഫൂട്ടിങ്ങിന്റെ എഡ്ജ് പ്രോപ്പർട്ടി ലൈനിന്റെ അറ്റത്തായിട്ട് വരിക. അത്തരം കേസുകളിൽ നമ്മൾ എക്സ്റ്റീരിയർ ഫൂട്ടിങ്ങും ഇന്റീരിയർ ഫൂട്ടിങ്ങും തമ്മിൽ ഒരു സ്ട്രാപ്പ് ബീം വഴി കണക്ട് ചെയ്യുകയാണ്. സ്ട്രാപ്പ് ഫൂട്ടിംഗ് ഈസ് പ്രിഫേർഡ് when the distance between two columns are large. രണ്ട് കോളംസിനിടയിലുള്ള ഡിസ്റ്റൻസ് വളരെ ലാർജ് ആവുമ്പോഴാണ് സ്ട്രാപ്പ് ഫൂട്ടിംഗ് പ്രിഫർ ചെയ്യുന്നത്. In this situation, combined footing becomes excessively long and narrow. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിംഗ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം നീളമുള്ളതാവുകയും ചുരുങ്ങിയതാവുകയും ചെയ്യുന്നു, അധികം വീതി ഇല്ലാത്തതാവുകയും ചെയ്യുന്നു. അത് കാരണം അത്രമാത്രം സ്ട്രെങ്ത് കിട്ടണമെന്നില്ല. നെക്സ്റ്റ് ഈസ് കമ്പൈൻഡ് ഫൂട്ടിംഗ്. It is a type of spread footing which supports two or more columns. രണ്ടോ അതിലധികമോ കോളങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്പ്രെഡ് ഫൂട്ടിങ്ങിനെയാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇൻ കേസസ് ഓഫ് ലോ ബിയറിംഗ് കപ്പാസിറ്റി, ഫൂട്ടിംഗ് ഓവർലാപ്പ് ഈച്ച് അതർ. ബിയറിംഗ് കപ്പാസിറ്റി കുറവുള്ള കേസസിലെ, കുറവുള്ള സോയിൽസിന്റെ കേസസിലെ ഈ ഫൂട്ടിങ്ങുകൾ പരസ്പരം ഓവർലാപ്പ് ചെയ്താണ് കിടക്കുന്നത്. കമ്പൈൻഡ് ഫൂട്ടിംഗ് ഈസ് മെയിൻലി ഓഫ് ടു ടൈപ്സ്. Those are rectangular combined footing and trapezoidal combined footing. It is an image of combined footing. Next, we are going to look when rectangular combined footing is preferred and when trapezoidal combined footing is preferred. If sufficient space is available beyond each column, then rectangular combined footing is preferred. ഓരോ കോളത്തിന് ചുറ്റും സഫിഷ്യന്റ് ആയിട്ടുള്ള സ്പേസ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിംഗ് പ്രിഫർ ചെയ്യാം. When one column is near property line and the interior column is heavier, then also rectangular combined footing is preferred. And whenever one column is near property line and the interior column is light, then trapezoidal combined footing is preferred. ആദ്യത്തെ കേസ് പറഞ്ഞത് ഓരോ കോളത്തിന് ചുറ്റിലും ഒരുപാട് സ്പേസ് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിംഗ് പ്രിഫർ ചെയ്യുമെന്നാണ്. എന്നാൽ രണ്ടാമത്തെ സിറ്റുവേഷൻ പറയുന്നത് നമ്മുടെ ഒരു കോളം എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ലൈനിന്റെ തൊട്ടടുത്താണ്, അപ്പൊ അതിന് ചുറ്റും പിന്നീട് അത്രമാത്രം സ്പേസ് അവൈലബിൾ അല്ല. ഓക്കെ, അപ്പൊ അവിടെയുള്ള ഇന്റീരിയർ കോളം എന്ന് പറയുന്നത് ഹെവിയർ ആണെങ്കിൽ അവിടെ റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിങ്ങും ഇന്റീരിയർ കോളം ലൈറ്റ് ആണെങ്കിൽ ട്രപ്പീസോയിഡൽ കമ്പൈൻഡ് ഫൂട്ടിങ്ങുമാണ് പ്രിഫർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദി പ്ലാൻ ആൻഡ് സെക്ഷൻ ഓഫ് റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിംഗ് ആൻഡ് ഇറ്റ് ഈസ് ദി പ്ലാൻ ആൻഡ് സെക്ഷൻ ഓഫ് ട്രപ്പീസോയിഡൽ കമ്പൈൻഡ് ഫൂട്ടിംഗ്. നെക്സ്റ്റ് we want to study raft or mat footing. Then what is the difference between a combined footing and a raft footing? എന്തായിരിക്കും ഒരു കമ്പൈൻഡ് ഫൂട്ടിങ്ങും റാഫ്റ്റ് ഫൂട്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം? A combined footing that covers entire area beneath a structure and supports all walls and columns. ഒരു സ്ട്രക്ചറിന്റെ താഴെ വരുന്ന മൊത്തം ഏരിയ കവർ ചെയ്യുന്ന രീതിയിലുള്ള കമ്പൈൻഡ് ഫൂട്ടിങ്ങിനെ പറയുന്ന പേരാണ് റാഫ്റ്റ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ മാറ്റ് ഫൂട്ടിംഗ്. സൂപ്പർ സ്ട്രക്ചറിൽ വരുന്ന എല്ലാ വാൾസുകളെയും അതുപോലെ എല്ലാ കോളങ്ങളെയും നമ്മുടെ റാഫ്റ്റ് ഫൂട്ടിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റാഫ്റ്റ് ഫൂട്ടിംഗ് ഓർ മാറ്റ് ഫൂട്ടിംഗ് ഈസ് പ്രിഫേർഡ് ഇൻ കേസസ് ഓഫ് ലോ ബിയറിംഗ് കപ്പാസിറ്റി. These are also used in case of erratic soil profiles and also to prevent differential settlement. ചില പ്ലേസസിലൊക്കെ സെറ്റിൽമെന്റ് കൂടുതൽ സാധ്യതയുണ്ട്. അത്രയും കേസസിൽ നമ്മൾ റാഫ്റ്റ് ഫൗണ്ടേഷൻ ആണ് പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ ബിയറിംഗ് കപ്പാസിറ്റി കുറഞ്ഞ കേസസിലും അതുപോലെ ഇറാറ്റിക് സോയിൽ പ്രൊഫൈൽസ് അഥവാ കോംപ്ലക്സിറ്റി വക്രഗതിയിലുള്ള സോയിൽ പ്രൊഫൈൽസ് ഉള്ള കേസിലൊക്കെ നമ്മൾ മാറ്റ് ഫൂട്ടിംഗ് പ്രിഫർ ചെയ്യുന്നു. Here you can also view the image of raft footing. Okay, thank you.